പുതിയതുപോലെ ആക്കി തന്നിട്ടുണ്ട്. പുറവും ആക്കിയിട്ടുണ്ട്, അകത്തും ആക്കിയിട്ടുണ്ട്. അപ്പൊ അകത്തേക്ക് നമുക്ക് നോക്കാം. നല്ല അത്രക്കും നീറ്റായിട്ട് ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണേ. വീട്ടുമുറ്റത്ത് 2 ആള് എന്താന്ന് ചോദിച്ചിരിപ്പം പറഞ്ഞ് നിങ്ങളുടെ ടാങ്ക് വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കി തരാം. അപ്പം വെച്ച് കുറേ നാളായി വൃത്തിയാക്കാതെ, അപ്പോൾ അവരെ കൊണ്ടൊന്ന് വൃത്തിയാക്കിക്കാം. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, വൃത്തിയാക്കിക്കോന്നും പറഞ്ഞ് അവരെയുണ്ട് മേലിലേക്ക് കയറ്റിയിട്ട്. അവർക്കിപ്പോൾ ഇത് കാട്ടൻ കോരി ബക്കറ്റ് പിന്നെ നല്ല കോട്ടൻ്റെ തുണി അത് വേണം. അപ്പോൾ അതും എടുത്തിട്ട് ഞാൻ മേലിലേക്കൊന്ന് കയറാൻ പോകും. വൃത്തിയാക്കുന്നത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേലെ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ട് ചോദിക്കുന്നത് കുട്ടി തണുത്ത വെള്ളം തരുമോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് പോയി തണുത്ത വെള്ളം എടുത്തോണ്ടതാണ്. ഏതായാലും വീഡിയോ എടുക്കുന്നില്ലേ, കുറച്ചൊരു കുത്തി മണ്ണാരുടെ കുപ്പി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ആ കുപ്പിയെല്ലാം തെച്ച് മക്കൾ ചൂടായതുകൊണ്ട് കുടിച്ചിട്ട് കാലിയാക്കി വെച്ചിന്. അപ്പോൾ ഇതാ 7-അപ്പിൻ്റെ കുപ്പി. നമ്മൾ സാധാരണക്കാരാണ് കേട്ടോ. 7-അപ്പിൻ്റെ കുപ്പിയിലൊക്കെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുക. ഇനി ഇതിലിങ്ങനെ വെള്ളം വെക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും. എന്നാലും നമ്മൾ സാധാരണക്കാർ ഇങ്ങനെയേ ചെയ്യും. അങ്ങനെ ഞാൻ മേലെ കയറാൻ വേണ്ടിയിട്ട് മാക്സിയൊക്കെ ഒന്ന് മാടി കുത്തട്ടെ. ഈ മാടി കുത്തിയിട്ട് വേണം ആ സ്റ്റെപ്പ് കയറി പോകാൻ, അല്ലെങ്കിൽ ചടക്കവും പടക്കവും നല്ലത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്നാലില്ലേ ഇപ്പോഴത്തെ ചക്ക വീണ അച്ചേട്ടനാ അതേപോലെ ഒരു അച്ഛ ഉമ്മക്കെല്ലാം കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ആ റിസ്കിന് ഞാൻ നിൽക്കുന്നില്ല. ഇനി മേലെ കയറിയിട്ട് നമുക്ക് ബാക്കി വഴി എടുക്കാം. പിന്നെ ഇതാ എൻ്റെ വീട്ടിൻ്റെ മേലെ നിന്നുള്ള കാഴ്ച എന്നിട്ടിത് തെങ്ങ് കവുങ്ങ് പിന്നെ അതാ അങ്ങ് മാങ്ങ ഉണ്ട്. മാങ്ങ വാവ് എത്ര മാങ്ങ. പിന്നെ വാഴ, അങ്ങനെ ഒരു പ്രകൃതി സുന്ദരമായ ഒരു നാടാണ് കേട്ടത്. കുപ്പി വെള്ളമെടുത്ത് മന്ദം നടക്കുകയാണ്. റോഡെല്ലാം പൊട്ടിയതെല്ലാം ഇപ്പോൾ നല്ല റബ്ബെ കാണുന്നു. ഇതെല്ലാം മാറ്റാനായ അവരവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളെ ടാങ്ക് കുറേ ആയി വൃത്തിയാക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾ ഇറങ്ങിയിട്ടുണ്ട്, വൃത്തിയാക്കൽ തുടങ്ങി. നല്ല ചെളിയും വെള്ളമല്ലേ, നല്ല ചെളിയും വെള്ളമായിട്ടുണ്ട്. ഇവരോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. വെറുതെ ഇവിടെ അനങ്ങാണ്ട് ഇരിക്കാൻ കഴിയില്ല. ഓനവിടുന്ന് പണിയെടുക്കുമ്പോൾ ഓനക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ. എപ്പോൾ നിങ്ങൾ കുറേ ആയി തുടങ്ങിയിട്ട്? 5 മാസം. ഇതിനായിട്ടൊരു ഷോപ്പ് അങ്ങനെയുണ്ടോ? ഓഫീസ് ഇതുവരെ ഇട്ടിട്ടില്ല. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത്. എന്നാ നിങ്ങളുടെ പേര്? ബുറാക്ക് വേൾഡ്. അത് ആംബുലൻസിന് ഇതേപോലെ തിരിച്ചിട്ട് മറിച്ചിട്ട് എഴുതിനാ? ഞാൻ വിചാരിച്ചു ഈ ആംബുലൻസിന് ഇതേപോലെ മിറർ റേറ്റിംഗും ഉണ്ട്. എന്താ എന്റെ പേരെന്താണ്? ഷബീർ. ഞാൻ കുറെ സമയം അടന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങ് പിടിക്കാൻ വേണ്ടി വിളിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളെ പണി തുടങ്ങി. നല്ല ആത്മാർത്ഥതയുള്ള ടീമാണ്. അല്ലാ, ഞാൻ തായിലേക്ക് ഇറങ്ങിപ്പോയി ഫ്രിഡ്ജിൽ പോയി എടുത്ത് പിന്നെ ഇങ്ങനെ വെള്ളം ശരിയല്ലേ ഇന്ന്. അപ്പൊ നീ ആദ്യം എന്നെ ജഡ്ജ് ചെയ്ത് നിങ്ങളെ പണി സ്പീഡാക്കി. ഇതെല്ലാം കളഞ്ഞു തരുമോ? എല്ലാം വൃത്തിയാക്കി തരും. അപ്പൊ എത്ര റേറ്റ് എങ്ങനെയാണ്? 500 രൂപ. അപ്പൊ നിങ്ങള് വീട്ടില് എവിടെയെങ്കിലും നിങ്ങള് എങ്ങനെ എല്ലായിടക്കും ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ണൂർ ജില്ല ഓള് തലശ്ശേരി വരെ എത്തും? റബ്ബർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് മേടിച്ചോണ്ട് വന്നിട്ട് നല്ല തേച്ചൊരച്ചവർ കഴുകിട്ട്. അപ്പം ഞാൻ നേരത്തെ വെള്ളം കൊടുക്കാൻ വേണ്ടി അവർ പേരറിയാത്തതുകൊണ്ട് ഹലോ നല്ല വിളിച്ചിന്. അപ്പം ഞാൻ നേരത്തെ പേര് ചോദിച്ചു വെച്ചിന്. ഞാൻ വിളിക്കട്ടെ. ഷബീർ വിളിച്ചിട്ട് കേട്ടിട്ടില്ല. പിടിച്ചേ. റെഡി 1 2 3. നമ്മളെ ടാങ്ക് പുതിയത് വാങ്ങിയതുപോലെ ഇവരാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നോക്കി വാ എന്താ ക്ലിയർ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലേ ഇതിൻ്റെ ഒരു കോലം? അതിൽ നിന്നാണ് ഇത്ര അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വീട്ടിലേക്ക് ടാങ്ക് വൃത്തിയാക്കാനും അതുപോലെ വീട് വൃത്തിയാക്കാനും ഇവരെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറാണ് ഈ താഴെ കാണുന്നത് കേട്ടോ. അടിപൊളിയാണേ ഇവര് പണി. ഇവിടുന്ന് തന്നെ ഇവർക്കൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇപ്പം തന്നെ അടുത്തേക്ക് നിങ്ങൾ പോക്കല്ലേ? ഇപ്പൊ തന്നെ നോക്കാം. സൂപ്പർ, താങ്ക് യു. വെൽക്കം.